ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു സൂപ്പാണ്. അപ്പോൾ ഇതിലേക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് സൂപ്പ് ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ, വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പാണിത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: ടൊമാറ്റോ 3 എണ്ണമാണ് എടുത്തിട്ടുള്ളത്, മീഡിയം സൈസിലുള്ളതാണ്. പെപ്പർ പൗഡർ, കോൺഫ്ലോർ, 2 എഗ്സ്, മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ള ബട്ടറാണ്. ഇതൊരു 1 ടീസ്പൂണാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മല്ലിയില. ഈ നാടൻ മല്ലിയിലയാണ് ഞാൻ എല്ലാ കാര്യങ്ങൾക്കും അധികം യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. ഇനി നമുക്ക് ടൊമാറ്റോ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള എഗ്സ് ഒന്ന് കലക്കിയിട്ടെടുക്കാം. ഇനി കോൺഫ്ലോറും വെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കാം. നന്നായിട്ട് കട്ടയില്ലാതെ തന്നെ കലക്കിയെടുക്കാം. ഇറ്റ്സ് ഓക്കെ. അപ്പോൾ ഇനി സ്റ്റൗവിൽ പാൻ വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇതിലേക്ക് ഒരു 3 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് അടക്കാം കേട്ടോ. ഇനി ഇതൊന്ന് 2 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്നു നോക്കാം. വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ടൊമാറ്റോക്ക് വലിയ വേവില്ലാത്ത കാരണം ഇത് പെട്ടെന്ന് ഒരു 3 മിനിറ്റ് മാത്രം വേവിച്ചാൽ മതി. ഇനി ഇതൊന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ 3 മിനിറ്റായി. ഇനി ഇതൊന്ന് തുറന്നു നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ടൊമാറ്റോയുടെ ഫ്ലേവറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണ് കേട്ടോ ഈ സൂപ്പ് കൂടുതൽ ഇഷ്ടമുണ്ടാവുക. ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള കോൺഫ്ലോർ നമുക്ക് കുറേശ്ശായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളത്തിന്റെ തിക്നെസ് കൂടി വരുന്ന കണ്ടില്ലേ. ഫുള്ള് ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക കേട്ടോ. ഓരോരുത്തർക്കും ഓരോ രീതിയിലല്ലോ ഉപ്പിൻ്റെ അളവ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടി സ്പൈസി ആവണമെന്നുള്ളവർക്ക് കുറച്ചുകൂടിയൊക്കെ പെപ്പർ പൗഡർ ആഡ് ചെയ്യാം. ഇതിപ്പോൾ കുട്ടികൾക്കൊക്കെ കുടിക്കാൻ പറ്റുന്ന രീതിയിൽ എരിവുള്ളൂ. ഇനി ഇതിലേക്ക് മുട്ട കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റിക്ക്, ഇത് ഇളക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റിക്കാണ് യൂസ് ചെയ്യണത്. ഇങ്ങനെ പതുക്കെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക്
ചില്ലി സോസും ടൊമാറ്റോ സോസും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂൺ ബട്ടറും കൂടി ആഡ് ചെയ്യാം. അറ്റ് ലാസ്റ്റ് ഇതിലേക്ക് നമുക്ക് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള ഹെൽത്തി ആയ സിമ്പിൾ എഗ് ടൊമാറ്റോ സൂപ്പ് റെഡിയായി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.